മുസ്ലിം വോട്ട് ലക്ഷ്യമാക്കി ലീഗുമായി അവിശുദ്ധ സഖ്യത്തിൽ ഏർപ്പെട്ട സിപിഎമ്മിന്റെ വില കുറഞ്ഞ രാഷ്ട്രീയത്തെ തിരിച്ചറിയണമെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി എം.ടി. രമേശ്. ഇളമരം കരീമും കുഞ്ഞാലിക്കുട്ടിയുമാണ് ഈ സഖ്യത്തിന് പിന്നിൽ. ഇരുവരും ഇരട്ടപ്പെട്ട കുട്ടികളാണ്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ എസ്.എഫ്.ഐ പ്രവർത്തകരെ സിപിഎം സംരക്ഷിക്കുകയാണെന്നും എം.ടി. രമേശ് ആരോപിച്ചു. തനിക്കെതിരെ പൊന്നാനിയിൽ ഇ.ടി. മുഹമ്മദ് ബഷീർ മത്സരിക്കില്ലെന്ന് സിപിഎം നേതൃത്വം ഉറപ്പു നൽകിയിരുന്നതായി എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി കെ.എസ്. ഹംസ വെളിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് എം.ടി. രമേശിന്റെ പരാമർശം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മലബാറിൽ സിപിഎം ലീഗ് അവിശുദ്ധ സഖ്യമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ഇളമരം കരീമുമാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഇളമരം കരീം. ഇരുവരും ഇരട്ടപ്പെട്ട കുട്ടികളാണ്. ഇരുവർക്കും സാമ്പത്തിക താല്പര്യമല്ലാതെ മറ്റൊന്നും ഇല്ല. ലീഗ് സിപിഎം ബന്ധം തിരിച്ചറിഞ്ഞിട്ടും കോൺഗ്രസ് ഇതിൽ ഇടപെടാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം പരസ്യമായ ഒരു ബാന്ധവത്തിലേക്ക് പോകാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കമെല്ലാം നടന്നിട്ടുള്ളത്. ആ നീക്കത്തിനെല്ലാം ചുക്കാൻ പിടിച്ചത് LDFന്റെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ ഇളമരം കരീമാണ്. ഈ കുഞ്ഞാലിക്കുട്ടിയും ഇളമരം കരീമും എന്ന് പറഞ്ഞാൽ ഇരട്ടപ്പെട്ട കുട്ടികളാണ്. അവിടെ താല്പര്യങ്ങളൊക്കെ വേറെയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് താല്പര്യം ഇളമരം കരീമിനുമില്ല. ഒരു മുസ്ലിമിന്റെ രാഷ്ട്രീയ താല്പര്യം കുഞ്ഞാലിക്കുട്ടിക്കുമില്ല. അവിടെ താല്പര്യം മുഴുവൻ സാമ്പത്തികമാണ്. UDF നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ഈ ഏർപ്പാടൊക്കെ ഉണ്ടായിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഇത് ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ പോകുന്നത്? അതേസമയം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ കൊന്നുകെട്ടിത്തൂക്കിയ എസ്.എഫ്.ഐ പ്രവർത്തകരെ സിപിഎം സംരക്ഷിക്കുകയാണെന്നും എം.ടി. രമേശ് ആരോപിച്ചു. പരസ്യമായി വിചാരണ ചെയ്ത് കെട്ടിത്തൂക്കിയ സംഭവം രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്തത്. ഭീകരപ്രവർത്തനമാണ് എസ്.എഫ്.ഐ നടത്തിയത്. സിപിഎം ഓഫീസുകൾ റെയ്ഡ് നടത്തിയാൽ യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ പറ്റും. എസ്.എഫ്.ഐയെ പിരിച്ചുവിടാൻ സിപിഎം തയ്യാറാകണമെന്നും പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വിദ്യാർത്ഥി സംഘടന, അതും റാഗിങ്ങിനെതിരായിട്ട് പരസ്യമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു വിദ്യാർത്ഥി സംഘടന പരസ്യമായി ഒരു വിദ്യാർത്ഥിയെ വിചാരണ ചെയ്ത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ടുള്ള നടപടി ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കേരളം ഒന്നാകെ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട വിഷയമാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റമല്ല ചുമത്തേണ്ടത്, കൊലപാതക കുറ്റമാണ്, കൊലക്കേസാണത്. CPM നേതൃത്വം ഈ പ്രതികളെ സംരക്ഷിക്കുകയാണ്. SFI എന്ന് പറയുന്നത് കേരളത്തിൽ ഇത്തരം ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ്. അതുകൊണ്ട് CPM ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ SFIയെ പിരിച്ചുവിടാൻ തയ്യാറാകണം. ജനം, കോഴിക്കോട്.